പ്യാരെ ബച്ചോ ആദാബ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററായ ഗസലിനെ കുറിച്ചാണ്. എന്താണ് ഗസൽ, ഗസലിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുകയുണ്ടായി. മുഹബ്ബത്ത് ഇൻസാനിയത്ത് കാ സബ്സെ കീമത്തി ജൗഹർ ഹെ. സ്നേഹം എന്നത് മനുഷ്യത്വത്തിൻ്റെ വിലമതിക്കാനാകാത്ത രത്നമാണ്. യേ ഹമേ ഇൻസാൻ ബനാത്തി ഹെ. ഈ സ്നേഹം നമ്മെ ഒരു മനുഷ്യനാക്കി മാറ്റുന്നു. ഖുഷി ഓർ ഇത്മിനാൻ ബഖ്സ്തി ഹെ. സ്നേഹവും സന്തോഷവും സമാധാനവും നൽകുന്നു. ജിന്ദഗി കോ ഖൂബ്സൂറത്ത് ബനാത്തി ഹെ. ഈ സ്നേഹത്തിലൂടെ മനുഷ്യൻ്റെ ജീവിതം ഖൂബ്സൂറത്ത് ബനാത്തി ഹെ, സന്തോഷമുള്ളതായിത്തീരുന്നു. ഉറുദു ഗസൽ മേ മുഹബ്ബത്ത് കാ യഹി പൈഗാം ഹമേ മിൽത്താ ഹെ. ഈ ഗസലിലൂടെ സ്നേഹത്തിൻ്റെ ഈ സന്ദേശം നമുക്ക് ലഭിക്കുന്നു. ആയേ വരൂ, നമുക്കൊരുമിച്ച് ഈ ഗസലൊന്ന് ആസ്വദിക്കാം. ഇനി ഗോപാൽദാസ് നീരജ് എഴുതിയ ഈ ഗസൽ ഓരോ വരികളും നമുക്കതിൻ്റെ ആശയങ്ങൾ ചർച്ച ചെയ്യാം. അബ് തോ മസ്ഹബ് കൊയി ഐസാ ബി ചലായ ജായേ ജിസ്മേ ഇൻസാൻ കോ ഇൻസാൻ ബനായ ജായേ. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു മതമാണ് നമുക്ക് വേണ്ടത്. അതിനായി നമുക്ക് തുടങ്ങാം. കവി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, ലോകത്ത് കുറേ മതങ്ങളുണ്ട്. എല്ലാ മതങ്ങളും പറയുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണാനാണ്. പരസ്പരം കലഹിക്കാൻ ഒരു മതവും പഠിപ്പിക്കുന്നില്ല. ഇതിലൂടെ കവി ആഗ്രഹിക്കുന്നത് വെറുപ്പും വിവേചനവുമില്ലാത്ത മനുഷ്യത്വം കാണിക്കുന്ന ഒരു മതമാണ്. ഇനി അടുത്ത ഷെയർ നോക്കൂ. ജിസ്കി ഖുശ്ബൂ സെ മഹക് ജായേ പഡോസി കാ ഭി ഘർ ഫൂൽ ഇസ് കിസ്ം കാ ഹർ സിമത്ത് കിലായ ജായേ. ഈ ഇൻസാൻ എങ്ങനെയാകണം? അവനിലുള്ള നന്മയുടെ വാസന തൻ്റെ അയൽവാസിയുടെ വീട്ടിലും എത്തണം. എല്ലായിടത്തും വിരിയുന്ന പൂവാകണം എന്ന് കവി പറയുന്നു. അതിനർത്ഥം മനുഷ്യനെ മനുഷ്യനായി കാണുന്ന മനുഷ്യന്മാരുടെ നല്ല നല്ല പ്രവർത്തനം എല്ലായിടത്തേക്കും പരക്കട്ടെ എന്നുള്ളതാണ്. ആഗ് ബഹ്തി ഹേ യഹാ ഗംഗാ മേ ജലം മേ ബി കൊയ് ബത്തലായേ കഹാ ജാക്കെ നഹായ ജായേ. ആഗ് എന്നതിൻ്റെ അർത്ഥം തീ എന്നാണ്. പക്ഷെ ഇവിടെ ഗംഗാ നദിയും ജലം നദിയും വളരെ പ്രത്യേകതകളുണ്ട്. ഈ രണ്ട് നദിക്കും, ഈ രണ്ട് നദിയിലും മനുഷ്യന് കുളിച്ചു കഴിഞ്ഞാൽ പാപമുക്തനാകുമെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഈ രണ്ട് നദിയിലും മനുഷ്യൻ്റെ പാപങ്ങൾ കൊണ്ട് മലിനമായിരിക്കുന്നു. അതുകൊണ്ട് ഇനി ആരെങ്കിലും പറയുമോ എവിടെ പോയിട്ടാണ് പാപങ്ങൾ കഴുകേണ്ടത് എന്ന്? ഇവിടെ ഈ വരികൾ കൊണ്ട് കവി അർത്ഥമാക്കുന്നത്, കവി നമ്മോട് ചോദിക്കുന്നത്, പരസ്പരം വിദ്വേഷത്താലും തിന്മയാലും മനുഷ്യൻ്റെ ജീവിതം മാറിയിരിക്കുന്നു. ഇതെല്ലാം എങ്ങനെ എവിടെ പോയി കഴുകണം എന്ന് കവി ചോദിക്കുന്നു. പ്യാര് കാ ഖൂൻ ഹുവാ ക്യൂ യെ സമജ്നെ കെ ലിയേ ഹർ അന്ധേരെ കോ ഉജാലെ മേം ബുലായ ജായേ. സ്നേഹത്തിൻ്റെ രക്തമാണ് മനുഷ്യൻ പുറത്തേക്ക് ദുഷിച്ച പ്രവൃത്തിയിലൂടെ കളയുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി എല്ലാ ഇരുട്ടിനെയും വെളിച്ചത്തിൽ കൊണ്ടുവരണം. എന്നാലേ സ്നേഹത്തിൻ്റെ രക്തം മനുഷ്യൻ കളയുന്നത് എന്തിനു വേണ്ടിയെന്ന് മനസ്സിലാകൂ. മേരെ ദുഃഖ് ദർദ് കാ തുജ് പർ ഹോ അസർ കുച്ച് ഐസ മേ രഹൂ ഭൂക്കാ തോ തുജ് സെ ബി ന കായ ജായേ. എൻ്റെ വേദനയും സങ്കടവും നീയും അനുഭവിക്കുന്ന രൂപത്തിലാകണം. നീ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഞാനും കഴിക്കാതിരിക്കണം. അഥവാ നിൻ്റെയും എൻ്റെയും വേദന ഒന്നായിരിക്കണം. ജസം ദോഹോ കെ ബി ദിൽ ഏക് ഹോ അപ്നെ ഐസെ മേരാ ആൻസു തേരി പലക്കോം സെ ഉഠായ ജായേ. ശരീരം കൊണ്ട് നമ്മൾ രണ്ടാണെങ്കിലും നമ്മുടെ മനസ്സ് ഒന്നായിത്തീരണം. എൻ്റെ കണ്ണുനീർ നിൻ്റെ കൺപോളകളിലൂടെ ഒഴുകണം.
गीत अनमन है गज़ल चुप है रुबाई ही है दुखी ऐसे माहौल में നീരജ് കോ ബുലായ ജായേ. ഗീതം മൗനത്തിലാണ്, ഗസൽ നിശബ്ദതയിലാണ്, റുബായി ദുഃഖത്തിലുമാണ്. ഇത്തരം ഒരവസ്ഥയിൽ നിങ്ങൾ നീരജിനെ വിളിക്കുവിൻ. നീരജ് ആണ് ഈ ഗസൽ എഴുതിയത്. നീരജ് പറയുന്നു, എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഒരു മതം എങ്ങനെ ഉണ്ടാക്കാം, ഇപ്പോഴുള്ള ഈ തിന്മയിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് നീരജ് നമ്മോട് ഈ ഗസലിലൂടെ പറയുന്നു. ഈ ഗസലിൻ്റെ ആശയം മനുഷ്യനെ മനുഷ്യനായി കാണാനും വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഭാഷയുടെയോ മതത്തിൻ്റെയോ പേരിൽ മനുഷ്യനെ വ്യത്യസ്തമായി കാണരുത് എന്നുള്ളതുമാണ്. ഇനി ഈ പാഠത്തിൽ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ, അതുപോലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട വേർഡുകൾ, അതിൻ്റെ അർത്ഥങ്ങൾ എല്ലാം അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ്.